ശുഭനാരുള്ളതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിവിടെ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. നമ്മൾ എപ്പോഴും ഇരുന്നുകൊണ്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്നുകൊണ്ട് അങ്ങനത്തെ ഇന്നത്തെ വീഡിയോ അങ്ങ് ചെയ്തേക്കാം. അപ്പം കുറേ പേര് എൻ്റെ വാട്സപ്പിൽ വന്നിട്ട് ശുഭേ ഇതെന്നാ വീഡിയോ ഒന്നുമില്ലാത്തേ, ഞങ്ങളെയൊക്കെ മറന്നോ, അമ്പലങ്ങളിലൊക്കെ നടക്കുവാണോ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വാട്സപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. 2 ദിവസമേ ആയതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാഞ്ഞിട്ട്, അല്ലാതെ ഷോർട്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് ഞാനിവിടെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചുകൊണ്ട് തന്നെയായിരുന്നേ. അന്ന് ചേച്ചിയുടെ കൂടെയൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾ കുറച്ച് പേര് ഇങ്ങനെ വണ്ടിയേലെ ഇങ്ങനെ ഒരു എല്ലാ അമ്പലങ്ങളിലും പോകുന്ന, നമ്മളെന്ന് ചക്കുളത്തുകാവ്, മണ്ണാർശാല, ഇങ്ങനെ കുറേ അമ്പലങ്ങൾ നമ്മൾ പോയി കേട്ടോ. കണിച്ചുകുളങ്ങര, അമ്പലപ്പുഴ, അങ്ങനെ നമ്മൾ കുറേ അമ്പലങ്ങളിൽ ഒരു ദിവസം തന്നെ ഇങ്ങനെ കുറേ അമ്പലങ്ങൾ. ഞാൻ മുന്നേ ഒക്കെ ചേച്ചി വിളിക്കുമ്പോഴെല്ലാം ഞാൻ പോകുമായിരുന്നു, മണികെട്ടുന്ന അമ്പലത്തിൽ അങ്ങനെ ഇങ്ങനെ. ഇപ്പം ഞാൻ കുറച്ച് വെച്ചേക്കുവാണ്. ഇപ്പം നമ്മൾ ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്ന സന്ദർഭങ്ങൾ അങ്ങനെയാണ് കൂടുതലും പോകുന്നത്. അപ്പം പിന്നെ മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ മക്കളെ സ്കൂളിൽ വിട്ടിട്ടും അങ്ങനെയൊക്കെ ഞാനങ്ങ് അവരുടെ, അതായത് നമുക്ക് 4 പേർ കൂടെ നമുക്ക് അങ്ങനെ ഒരു പോലെ നമ്മൾ പോകുന്നത് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഭർത്താവിനും നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ പോകുന്നുണ്ടല്ലോ എന്ന് എനിക്കൊരു ആശ്വാസം. അങ്ങനെ പോകുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ നമ്മുടെ ചെറുക്കടവും മഹാദേവനെ കാണാൻ പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കാരണങ്ങളും കൊണ്ട് നമുക്ക് വീഡിയോ മിസ്സായിപ്പോയി കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കാൻ ടൈം ഒട്ടും കിട്ടായിട്ടാണ്. വീഡിയോ തന്നെയല്ല, എൻ്റെ മോഹമെല്ലാം ഇപ്പോൾ ഒരുപാട് ടാൻ അടിച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ആ മിനിഞ്ഞാന്നത്തെ പോക്കിൽ നല്ലപോലെ ടാൻ അടിച്ചിട്ടുണ്ട്. കാരണം അമ്പലപ്പുഴയിൽ ചെന്നപ്പോൾ 11 മണി, ആ പൂരി വെയിലത്ത് ഞങ്ങൾ അതിലേക്ക് നടന്നു. സപ്താഹവും നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. സപ്താഹത്തിൻ്റെ ഊണ് ടേസ്റ്റായിരുന്നു. അങ്ങനെ നല്ല അവിടെ നിന്ന് ഊണൊക്കെ കഴിഞ്ഞ്, അപ്പം അങ്ങനെ കുറേ വെയിൽ കൊണ്ട് എനിക്കറിയാമായിരുന്നു. പക്ഷെ വന്നപ്പോഴേ അന്ന് നമ്മൾ സന്ധ്യ കഴിയുമ്പോഴല്ലേ അന്ന് വരുന്നത്. ഞാനിവിടെ വന്ന് നമ്മുടെ ഓയിലിട്ട് നന്നായിട്ട് മസാജ് ചെയ്തു. പിന്നെ ഇന്നലെ നന്നായിട്ട് ഓയിൽ രാവിലെ അങ്ങോട്ട് തേച്ചിട്ട് മസാജ് ചെയ്തു. അതിൻ്റെ ഒരു ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പം പിന്നെ വേറെ കുറേ ആൾക്കാർ അവർ പറഞ്ഞിട്ട് കുറേ ഡോക്ടേഴ്സ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. ശുഭേ അങ്ങാ ഡോക്ടർ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാന്നും പറഞ്ഞിട്ട് അവർ ചോദിച്ച് കേട്ടറിഞ്ഞ് നമ്മുടെ ഓയിലിൻ്റെ, അപ്പം ഇനി ഓയിലിൻ്റെ കാര്യം ഒന്ന് പറയുമോ ശു, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ആ വീഡിയോയുടെ ലിങ്കൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞ് നമ്മുടെ ഓയിലിൻ്റെ പ്രസക്തി നല്ലല്ലോ, അതിനെന്താ പറയുന്നത്, ഉയരങ്ങളിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് താങ്ക്സ്. പിന്നെ വേറൊരു കാര്യം, അപ്പോൾ ഞാൻ മിനിഞ്ഞാന്ന് ഒരുപാട് വെയിൽ കൊണ്ട് ഒത്തിരി വെയിൽ അങ്ങ് കൊണ്ട് എന്നെ കണ്ടാൽ തന്നെ അറിയാവുന്ന എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക്. പക്ഷേ ഇപ്പോൾ ഒരു ശകലം ടാൻ അടിച്ചിട്ടുണ്ടെന്ന് എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇന്നലെ നമ്മൾ ഓയിൽ തേച്ച് നന്നായിട്ട് മസാജ് വെച്ച് നമ്മൾ വൈകുന്നേരം അമ്പലത്തിലൊക്കെ പോയി, വെയിലൊന്നും ഇല്ലാതെയാണ് പോയേ. പക്ഷേ ഇന്ന് രാവിലെ ഞങ്ങൾ ഒരു സ്ഥലം വരെയൊക്കെ പോകണമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഊണൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു വീഡിയോ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ മേളിലോട്ട് കയറി വന്നതാണ് കേട്ടോ. ഓയിലിൻ്റെ കാര്യങ്ങളൊക്കെ താഴെ നടക്കുന്നുണ്ട്. ഇത് ബോക്സ് കെട്ടി തരുന്നൊക്കെയുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ മുഖത്ത് നന്നായിട്ട് ചെയ്യുന്ന, എൻ്റെ മുഖം നല്ലപോലെ വാഷ് ചെയ്തിട്ട് വരട്ടെ കേട്ടോ. ഞാൻ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് വരട്ടെ കേട്ടോ. നന്നായിട്ട് മുഖം നല്ലപോലെ ഒന്ന് കഴുകി കേട്ടോ. നമ്മൾ രാവിലെ പോയി മേക്കപ്പ് ഒന്നും ഇല്ലായിരുന്നു, എങ്കിലും സൺസ്ക്രീൻ ലോഷൻ മുഖത്ത് അപ്ലൈ ചെയ്തായിരുന്നു. അപ്പോൾ നന്നായിട്ട് മുഖം വാഷ് ചെയ്തു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നറിയുമോ, നമ്മുടെ ഒരു മസാജ് ചെയ്ത് കഴുകി വാഷ് ചെയ്ത് കളയുന്ന ഒരു പായ്ക്കല്ല എന്നാൽ ഒരു പായ്ക്കും മസാജും എല്ലാം കൂടെ നമ്മുടെ മുഖത്ത് ഒരു ആൻറ്റി ഏജിങ് ആണ്, നമ്മുടെ ടാൻ പോകാൻ നല്ലതാണ്. അങ്ങനെ കുറേ ഗുണങ്ങളൊരു സാധനമാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. നമ്മുടെ ഓട്സ് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ഓട്സാണ്. ഓട്സ് കയ്യിലോട്ട് എടുക്കണമെന്ന് തോന്നുന്നു, പാത്രം കാണുന്നില്ല. അപ്പോൾ ഈയിടെ കുറേ പാത്രങ്ങളും അതും ഇതും എല്ലാം കൂടെ ഞാൻ പാത്രം എടുത്തുകൊണ്ട് വരാം. ഇതാ ഒരു ചെറിയ ബൗൾ എടുത്തുകൊണ്ട് വന്നേ. ഇതിലേക്ക് നമുക്ക് ഓട്സ് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള ഓട്സ് പൊടി ഇട്ട് കൊടുക്കുക. ഇതാ ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല
തൈര്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമുക്ക് ടാൻ മാറാനും നമുക്ക് വെയിലത്ത് പോയിട്ട് വന്നിട്ട് നമ്മുടെ മുഖത്തിട്ട് കൊടുക്കാനും ഒക്കെ ഉള്ളൊരു സാധനമാണ് നമ്മുടെ തൈര്. എല്ലാവർക്കും തൈരിൻ്റെയും പാലിൻ്റെയും ഗുണങ്ങൾ അറിയാവുന്ന കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ ചെറുപ്പം നമ്മുടെ സ്കിന്നിനെ ഒന്ന് ടൈറ്റാക്കാനും കൊളാജൻ പ്രവർത്തനം കൂട്ടാനും നമുക്ക് ആൻറ്റി ഏജിങ് തടയാൻ എല്ലാത്തിനും നല്ലൊരു സാധനമാണ് നമ്മുടെ തൈര്. അപ്പോൾ ഞാൻ കുറച്ച് കട്ട തൈര് ഈ ഓട്സ് പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലേക്ക് ഫുൾ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഒരു ടർക്കി എടുത്തുകൊണ്ട് വരട്ടെ. ഒരു ടർക്കി ഇട്ടിട്ട് നമുക്ക് ഇത് തേക്കാം. എവിടെയെങ്കിലും പോകുമ്പോൾ ഇടുന്ന ചുരിദാറാണ് അത്. ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എവിടെയെങ്കിലും പോയിട്ടൊന്ന് പിന്നെ അത് തന്നെ അങ്ങ് ഇട്ടുകൊണ്ട് നടക്കും, പിന്നെ അങ്ങ് കഴുകി വെക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇതേൽ കറിയൊന്നും ഇല്ല, നമ്മുടെ തൈരിന് എന്ത് കറിയല്ലേ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു നമ്മുടെ മുഖത്തേക്ക്. എന്തൊരു സുഖം! നന്നായിട്ട് ടാൻ അടിക്കണം. അതുപോലത്തെ വെയിലാകട്ടോ, ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ. നമുക്ക് അറിയില്ല, നമ്മൾ വണ്ടിയിലൊക്കെയാണ് പോകുന്നതെങ്കിലും നമുക്ക് നന്നായിട്ട് വെയിലിൻ്റെ നല്ല പോലെ നമുക്ക് ഈ ഒരു ടൈമിൽ ഭയങ്കര ചൂടാണ്. കണ്ണിൻ്റെ ഇവിടെ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓട്സ് പൊടിയല്ലേ, അപ്പം യാതൊരു ദോഷവും ഇല്ല. പിന്നെ കണ്ണിൻ്റെ താഴെയായിട്ട് നമ്മൾ ഒരു മസാജും കൊടുക്കല്ലേ കേട്ടോ. നമ്മുടെ മോതിര വിരലും കൊണ്ട് ചെറിയ മസാജ് മാത്രമേ കൊടുക്കാവുള്ളൂ. ഞാൻ യൂട്യൂബിലൊക്കെ ചിലരുടെയൊക്കെ കാണുന്നുണ്ട്, നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചവരായിരിക്കില്ല, പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ചെറിയ ചെറിയ അറിവുകൾ എവിടുന്നെങ്കിലുമൊക്കെ പറഞ്ഞതും നമ്മുടെ യൂട്യൂബിലൊക്കെ കാണുന്നതും ഒക്കെ കണ്ട് അങ്ങോട്ട് അങ്ങനെ ചെയ്യുന്നവരാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, കണ്ണിനടി ഭയങ്കരമായിട്ടും ബലം പിടിച്ച് മസാജ് കൊടുക്കുന്നു. നമ്മുടെ കണ്ണിനടിയിലൊക്കെ ചെറിയ 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 ഞരമ്പുകളാണ്, നമുക്കതൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ചെറുതായിട്ടൊന്ന് മസാജ് കൊടുക്കാം നമ്മുടെ ഓട്സ് പൊടിയും തൈരും. എന്ത് സുഖം! എന്ത് സുഖം തന്നെയല്ല നമ്മുടെ സ്കിന്നിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു, ഞാൻ എൻ്റെ ഫേസിൽ നല്ല ഗുണമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. നമുക്ക് അതുപോലെ നമുക്ക് വേറെ കെമിക്കലും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ മുഖത്ത് ഇട്ടാൽ നമുക്ക് വേറെ ദോഷങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇങ്ങനെ എപ്പോഴും ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ എൻ്റെ ഓയിലിനോടൊപ്പം തന്നെ എല്ലാവരും പറയുന്നുണ്ട്, ശുഭ ഇടുന്ന ഓരോന്നും ചെയ്ത് നോക്കി അതിൻ്റേതായ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ എല്ലാവരും പറയുന്നുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കണം. എല്ലാവർക്കും ചെയ്ത് നോക്കിയിട്ട് അതിൻ്റേതായ ഗുണങ്ങളും നിങ്ങൾ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ചെറിയൊരു മസാജ് കൊടുക്കുക. നമ്മുടെ ടാനെല്ലാം ഒന്ന് പോട്ടെ, നമ്മുടെ ഡെഡ് സെൽസും നമ്മുടെ അങ്ങനെയുള്ള നമ്മുടെ ഈ ചർമ്മം, ഈ വേണ്ടാത്ത ഈ ചർമ്മം, അതായത് ഡെഡ് സെൽസ് എന്ന് പറയും, ഡെഡ് സ്കിന്ന്, അതങ്ങ് നമുക്ക് കളയുകയാണ് നമ്മൾ ഇതും കൊണ്ട് ചെയ്യുന്നത്. അതല്ല ഇതിങ്ങനെ ഈ ടാനെല്ലാം അടിച്ച് ഇങ്ങനെ ഈ വെച്ചുകൊണ്ടിരുന്ന് അവിടെ കൂടുതൽ ഡ്രൈ ആയിട്ട് അങ്ങനെ ഓരോരോ കുഴപ്പങ്ങളാണ് നമ്മുടെ സ്കിന്നിനെ നമ്മൾ കളയുന്നത്. അപ്പോൾ ഞാൻ തൈരിൽ മുക്കിയാണ് വീണ്ടും മസാജ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഓട്സ് പൊടിക്കകത്ത് തൈര് ഒഴിച്ച് ആണ് നമ്മളിപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തൈരിൽ മുക്കിയാണ് ഞാൻ മസാജ് കൊടുക്കുന്നത്. നമ്മുടെ മൂക്കിൻ്റെ സൈഡൊക്കെയാണ് നമുക്ക് കൂടുതലും ഡ്രൈ ആവുന്ന ഏരിയ. നമ്മുടെ ഇവിടം, നമ്മുടെ നെറ്റി, അതായത് ടാനടിച്ച് നമ്മുടെ സ്കിന്നങ്ങ് വല്ലാണ്ട് ഡ്രൈ ആയിട്ടും അവിടെയാണ് നമുക്ക് പ്രായം ചെന്ന ചുളിവുകളും അതും ഇതുമെല്ലാം നമുക്ക് വരുന്നത്. അപ്പോൾ
നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടാൻ പോവാനും നമ്മുടെ ചർമ്മത്തെ ഒന്ന് ചെറുപ്പമാക്കാനും നമ്മുടെ ഡെഡ് സെൽസ് എല്ലാം ഒന്ന് പോവാനും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം ഒന്ന് പോവാനും എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ആരാ നമ്മുടെ ഇതിനകത്തുള്ളത്? ഓട്സും തൈരും. അപ്പം നല്ല ഗുണമുള്ള സാധനമല്ലേ. അപ്പോൾ നമ്മൾ നന്നായിട്ട് തേച്ച് നന്നായിട്ട് മസാജ് ചെയ്യുക കേട്ടോ. കണ്ണിൻ്റെ കണ്ണിൻ്റെ അടിഭാഗത്ത് ഈ ഒരു വിരലും കൊണ്ട് മാത്രമേ മസാജ് കൊടുക്കാവൂ കേട്ടോ. നമ്മുടെ ഇങ്ങനെ ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുക അതുപോലെ നമുക്ക് ചെയ്യാം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു കുഴപ്പമില്ല കേട്ടോ. കണ്ണിൻ്റെ പുറമെ ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പ്രഷർ കൊടുക്കാതെ തന്നെ കണ്ണിൻ്റെ ഇവിടെ മസാജ് ചെയ്യണം. നമുക്ക് ഇങ്ങനത്തെ മസാജ് കൊടുക്കാം. ഇങ്ങനെ മസാജ് കൊടുക്കാം. എല്ലാം ഒരു 5 പ്രാവശ്യം നമുക്ക് കൊടുക്കാം കേട്ടോ. പിന്നെ കണ്ണട വെക്കുന്നിടത്തെ പാടൊക്കെ പോകാനായിട്ട് നമ്മൾ ഓയിൽ തേച്ച് ഇങ്ങനത്തെ മസാജ് കൊടുക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. പിന്നെ നമ്മുടെ കവളയിൽ ഇങ്ങനെ മസാജ് കൊടുക്കാം. പിന്നെ എപ്പോഴും അപ്വേർഡ് ഡയറക്ഷനിൽ മാത്രം വേണം നമ്മൾ മസാജ് ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് കഴുത്തേൽ ഇങ്ങനെ എല്ലായിടത്തും മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത്ര നേരത്തെ മസാജ് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു ശകലം തൈര് മിച്ചമുണ്ട് കേട്ടോ. അത് നമുക്ക് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഏത് കമ്പനിയുടെ ആണെന്നൊന്നും പറയുന്നില്ല, ഈ ഒരു കവളയിൽ ഒരു പ്രശ്നവും വന്നില്ലായിരുന്നു എനിക്ക്. ഞാനൊരു സൺസ്ക്രീൻ ലോഷൻ എൻ്റെ തന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചതും എൻ്റെ കൂടെ പഠിച്ചതും ഒക്കെ ആയ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നിട്ട് ഞാൻ അത് എങ്ങനെയുണ്ട് എന്ന് ഒന്ന് തേച്ച് നോക്കി. പക്ഷേ എൻ്റെ ഈ കവളിൻ്റെ 2-3 സ്ഥലത്ത് ഇവിടെ പിന്നെ ഇവിടെ ഒരു മറുവുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 2 സ്ഥലത്തായിട്ട് ചെറിയ ഒരു കറുത്ത പാട് പോലെ വന്ന്. പക്ഷേ എനിക്ക് ഇതാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ചില സമയങ്ങളിൽ പീരിയഡ്സിൻ്റെ സമയങ്ങളിലൊക്കെ ലേഡീസ് അല്ല അവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ചില സമയങ്ങളിൽ കേട്ടോ എനിക്ക് എല്ലാ മാസമൊന്നും ഇങ്ങനെ വരത്തില്ല, കുരുവും കാര്യമൊന്നും വരത്തില്ല. അപ്പോൾ ഞാൻ ഇതെന്തായിരിക്കും എന്നൊന്ന് വെയിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഒരു സൺസ്ക്രീൻ ലോഷൻ്റെ ആണ്. പക്ഷേ 50+ ഒക്കെ ആയിരുന്നു. പക്ഷെ അപ്പോൾ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കിക്കോണം, ഒന്നും എല്ലാവർക്കും പിടിക്കത്തില്ല. എൻ്റെ ഇവിടെ 2-3 ചെറിയ കറുത്തപാട് പോലെ പൊന്തി വന്നു. നമ്മുടെ ലൈവിലൊക്കെ ശ്രീദേവി ഗോപാൽ ആണെന്ന് തോന്നുന്നു നമ്മുടെ അടുത്ത് പറയുകയും ചെയ്തു, ശുഭയുടെ ഷോർട്സിൽ പക്ഷേ ഇവിടെ ഒരു മറുവുണ്ട്, ഇവിടെ ഒരു മറുവുണ്ട് എനിക്ക് ചെറിയ കറുത്തപാടെന്ന്. പക്ഷേ ഇപ്പം ഞാൻ 2 ആഴ്ച അത് തേച്ചിട്ടാണ് എനിക്കിത് മനസ്സിലായത്. 2 ആഴ്ച തേച്ചു. പിന്നെ നമ്മുടെ ഓയിലിപ്പോൾ രാവിലെയും വൈകിട്ടും മസ്റ്റായിട്ട് ഞാൻ 2 സൈഡിൽ നന്നായിട്ട് തേച്ചു മസാജ് ചെയ്ത് ഞാൻ കഴുകി കളയുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് അത് മങ്ങി അതിപ്പോൾ നോർമലായി. അയ്യോ എനിക്കൊരു സങ്കടമായിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ കയ്യിൽ പ്രതിവിധി ഉണ്ടല്ലോ, ഓയിലുണ്ടല്ലോ. ഓയിൽ തേച്ചുകൊണ്ടിരുന്നിട്ടും എൻ്റെ മുഖത്ത് വന്നു എന്നുള്ളതാണ്. അത് കുരു ഒന്നുമായിട്ട് വരാതെ ഈ കറുത്തപാടായിട്ട് പൊന്തി വന്നു. ഇവിടെ ഒരു ചെറിയ ഒരു കറുത്ത അപ്പോൾ എല്ലാ സൺസ്ക്രീൻ ലോഷനും എല്ലാ മോയ്സ്ചറൈസറും എല്ലാവർക്കും ഒന്നും പിടിക്കത്തില്ല എന്ന് മനസ്സിലാക്കിക്കോണം. അപ്പോൾ ഞാനിനി എന്തായാലും 15 മിനിറ്റ് കഴിഞ്ഞിട്ട് മുഖം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വരാം. അത് കഴിഞ്ഞ് ഒരു ടിപ്പും കൂടെ ഉണ്ട്, അതും കൂടെ ചെയ്താലേ നമ്മുടെ ഇത് പൂർത്തിയാവത്തുള്ളൂ കേട്ടോ. എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് നോക്കിക്കേ. നമ്മൾ ഓയിലൊക്കെ തേച്ച് നമ്മുടെ മുഖം നല്ല കളറാക്കി നമ്മൾ വെച്ചേക്കുമല്ലേ, അതിൻ്റെ കൂടെ ടാൻ അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തൊരു ഇരുളിമ പോലെ വരും. ഒറ്റ യൂസിൽ തന്നെ ഓട്സും തൈരും നിങ്ങൾ ഒന്ന് നോക്ക്, എത്ര വ്യത്യാസം നമ്മുടെ മുഖത്തിന്, എന്ത് നല്ല മാറ്റം. നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഒന്ന് യൂസ് ചെയ്തിട്ട് ഇതിനുള്ള ഇത് എങ്ങനെയാണ് എന്നൊന്നൊന്ന്
മനസ്സിലാക്കണം കേട്ടോ. എൻ്റെ മുഖത്തെ ടാനെല്ലാം മാറി കേട്ടോ. നമ്മൾ എന്നും ഓയിൽ തേച്ച് 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 നമ്മൾ നമ്മുടെ സ്കിന്നിനെ നല്ല കളറാക്കി നമ്മൾ വെച്ചിരിക്കുവാണ്. അപ്പോൾ നമ്മൾ കരിവേയിലടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ മുഖത്ത്. എനിക്ക് നന്നായിട്ട് എൻ്റെ മുഖം കഴുത്തുമെല്ലാം ഒന്ന് നല്ലതായിട്ട്, കഴുത്ത് ഞാനൊന്ന് കൂടുതലായിട്ടൊന്നും മസാജൊന്നും ചെയ്തില്ല, മുഖത്താണ് നന്നായിട്ട് മസാജ് ചെയ്ത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഇട്ട് നോക്കണം. ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾ ഇതിൻ്റെ അറിയുകയും വേണം. ഇനി ഞാൻ നമ്മുടെ അലോവേര കുട്ടനെ ഇന്നിപ്പോൾ ഞാൻ ഓയിൽ തേക്കും വൈകുന്നേരം. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കണ്ടോ ഒരു ചെറിയ ഒരു കറുത്ത സാധനം വന്നു. അത് ഞാൻ ഏത് സൺസ്ക്രീനാണ് തേച്ചതെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഒരുപാട് പേർക്ക് അത് നല്ല കമ്പനിയാണ്, നല്ല വിലയുടെയാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ആണോ എന്തിൻ്റെയാണോ, നമ്മുടെ ഹോർമോൺ എന്തെങ്കിലും ചേഞ്ചസ് ആണോ, അപ്പം പീരിയഡ്സിൻ്റെ ഒരു സമയം കൂടി ആയിരുന്നു. അപ്പോൾ ഞാനത് വെയിറ്റ് ചെയ്തു എന്തിൻ്റെയാണെന്ന്. പക്ഷേ പീരിയഡ്സ് എല്ലാം കഴിഞ്ഞിട്ടും അതവിടെ ഒരു കറുത്തപ്പാടായിട്ട് തന്നെ വരുമായിരുന്നു, ഇവിടെ ഒരിടത്ത് രണ്ടിടത്ത്. അപ്പോൾ ഈ ഒരു കവളയിലൊന്നും ഒന്നുമില്ല കേട്ടോ. ഇവിടെ മറുകുണ്ട്, ഇവിടെ ഒരു ചെറിയ മറുകുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്തു എന്തിൻ്റെയാണെന്ന് അറിയാനായിട്ട്. അപ്പോൾ അത് ഞാൻ നിർത്തിയപ്പോൾ എൻ്റെ അത് മങ്ങാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഒരു സാധനമാണ്. അപ്പം നിങ്ങൾ മാമാർത്തിൻ്റെ ഒന്നും ഒരു കുഴപ്പമില്ല. ഞാൻ എല്ലാവരും ചോദിക്കുമ്പോൾ മാമാർത്താണ് പറഞ്ഞു തരുന്നത്. പിന്നെ നമ്മൾ മനസ്സിൽ പോലും ഉദ്ദേശിക്കാത്ത ഒരു സൺസ്ക്രീനാണ് ഞാനിതിട്ട് എനിക്ക് സംഭവിച്ചു. പക്ഷേ അത് ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് നമ്മുടെ അലോവേര നല്ലപോലെ അങ്ങ് തേച്ച് കൊടുക്കുക കേട്ടോ. അലോവേരയും കൂടെ നമ്മളിതിൻ്റെ പുറമേ നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കണം. എന്തിനാണെന്നറിയുമ്പോൾ നല്ലൊരു മോയ്സ്ചറൈസും കൂടെ കിട്ടണം. മോയ്സ്ചറൈസും കൂടെ കിട്ടിയാലേ ഉള്ളൂ നമുക്ക് നമ്മുടെ സ്കിന്ന് ടാനെല്ലാം പോയി നല്ല ഒരു ഇതായിട്ടിരിക്കത്തുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അലോവേരയുടെ ഗുണം. എപ്പോഴും പറഞ്ഞു തരേണ്ട ഒരു കാര്യമില്ല അല്ലേ. കണ്ടോ നെറ്റിയിലും എല്ലാം ഒന്ന് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തിട്ട് ഇത് ഞാനിനി ഇത് കഴുകി കളയത്തില്ല, ഇത് ഇവിടെ ഇരുന്നോട്ടെ. ഇനിയിപ്പം വെയിലൊക്കെ താണു. അപ്പം നമുക്ക് ഇതിവിടെ ഇരുന്നാലും പ്രശ്നമൊന്നുമില്ല. ഇത് കണ്ടോ നമ്മുടെ കഴുത്തേലും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ണടച്ചിട്ട് നമ്മുടെ കൺപീലിക്കൊക്കെ നല്ല ഒരു കറുപ്പ് വരാനൊക്കെ നമ്മുടെ അലോവേരയുടെ ഇത് കണ്ണടച്ചിട്ട് കൺപീലി ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി. അപ്പം എൻ്റെ മുഖത്തിന് വന്ന മാറ്റം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ നമ്മൾ കളറാക്കി വെച്ചിരിക്കുവാണ് നമ്മുടെ ഓയിൽ അപ്ലൈ ചെയ്ത് അല്ലേ. അപ്പോൾ നമുക്ക് ടാൻ അടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒറ്റ യൂസിൽ തന്നെ ആ ടാനിനെ ഓടിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഓട്സ് പൊടിയും തൈരും. രണ്ടും ഒന്നിന് ഗുണമുള്ള സാധനങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഇനിയും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നാളെ നല്ലൊരു വീഡിയോ എന്ന് പറയുന്നില്ല, കാരണം എനിക്ക് സൗകര്യം വെക്കുമ്പോഴും എൻ്റെ സ്കിന്നിന് എനിക്ക് ഇടേണ്ട ഒരു ടൈമിലും ആണ് ഇനി നമ്മുടെ വീഡിയോസൊക്കെ വരുമെങ്കിലും ഈ ഉച്ച കഴിഞ്ഞുള്ള ഈ ഒരു ടൈമിലും വൈകുന്നേരം 7 മണി കഴിഞ്ഞുള്ള ഈ ടൈമിലും ഒക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോ വരുന്നത് കേട്ടോ. നമ്മുടെ ഓയിലിൻ്റെ കൂടുതൽ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ടൈം ഇപ്പോൾ തികയാതെ വന്നിരിക്കുവാണ്. അപ്പോൾ ഓയിൽ ഓർഡർ ചെയ്യുന്ന എല്ലാവരുടെയും കൈകളിൽ നമുക്ക് എത്തിക്കണമല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള വീഡിയോസ്, നിങ്ങൾക്ക് ഗുണകരമായ വീഡിയോസും ഞാൻ ചെയ്ത് നോക്കിയിട്ട് യൂസ് ആവുന്ന എനിക്ക് ഗുണകരമായ വീഡിയോസും ഒക്കെയാണ് നമ്മൾ ഇനി ചാനലിൽ ഇടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ. നമുക്ക് ഇന്ന് ലൈവ് വരുന്നില്ല കേട്ടോ. ഇന്ന് ലൈവ് വരാനായിട്ട് ടൈമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് സമയമുള്ള സമയങ്ങളിലൊക്കെ 9 മണിക്ക് നൈറ്റിൽ ലൈവും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.